ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കുക്കുംബർ അരിഞ്ഞതും ഇനി അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ താണ്ട് ഈ ഒരു വലുപ്പത്തിനുള്ള ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അകത്ത് കുരു ഒന്നും കളയുന്നില്ല, തൊലി ഒന്നും കളഞ്ഞിട്ടില്ല. അത് തന്നെ ക്ലീൻ ആക്കി ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 4-5 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ആ വെളുത്തുള്ളി അല്ലിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരും ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് ആ രീതിയിൽ എടുക്കണ്ട. ഇതുപോലൊന്ന് പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം. ഞാനിത് കാശ്മീരിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. സാധാരണ വറ്റൽമുളകൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാവും. അപ്പം ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു സവാള, ഒരു ചെറിയ സവാളയാണ് ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. വലിയ സവാളയൊക്കെ ആണെങ്കിൽ അതിന്റെ പകുതി മതിയാവും. ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയേ. അപ്പൊ അതാണ്ട് സവാളയ്ക്ക് ഒന്ന് വെന്ത് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഒരു കുഞ്ഞു തക്കാളി മതി, അത്യാവശ്യം നല്ല പഴുത്ത നോക്കി എടുത്ത് ചേർത്താൽ മതി. അതും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് ഒന്നങ്ങ് വഴറ്റി തക്കാളിന്റെ പച്ചമണം ഒന്ന് മാറ്റിയാൽ മതി. അങ്ങ് വെന്ത് ഉടഞ്ഞു വരുന്ന ആ പാകം വരെ ഒന്നും വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളിത് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി കുക്കുംബറും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. കുറച്ചും കൂടെ വലിയ പാത്രം ആകാമായിരുന്നു എന്ന് എനിക്ക് ഈ ഒരു സമയം തോന്നി. തറയെ പോവാതെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊന്ന് വഴറ്റിയെടുക്കുക ഞാൻ. കാണുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കുക്കുംബർ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു പച്ച മണം ഒന്ന് മാറട്ടെ. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പം ഇപ്പൊ ദാണ്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ദാണ്ട് തക്കാളിക്ക് ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോഴ് ഇതുപോലെ ഒന്നാവുന്ന സമയത്ത് നമുക്കിനി ഇതുപോലെ ഒന്ന് വഴറ്റി ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. കുറച്ച് സമയം അവിടെ ഇരുന്ന് അതിന് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടേ ഉള്ളൂ ഇനി ബാക്കി പരിപാടികൾ. അപ്പൊ അതാണ്ട് ഞാനൊന്ന് മിക്സ് ആക്കി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുകയാണ്. ഇപ്പൊ ദാണ്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ദാണ്ട് ഞാനെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരല്പം പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചെറിയൊരു പീസ് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല, ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉപ്പ് ചേർത്തിട്ട് ഇനി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. വെള്ളമൊന്നും ഞാൻ ചേർക്കാതാണ് അരച്ചേക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതെങ്ങനെ മാറ്റി വെക്കുക, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. ഇനി ഞാൻ പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി ഒരു താളിപ്പൊക്കെ ചേർത്ത് എടുക്കുന്നുണ്ട്. അപ്പൊ അതാണ്ട് അതിനുവേണ്ടി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് വളരെ കുറച്ച് മാത്രം എണ്ണ ചേർക്കുന്നുണ്ട്. അപ്പൊ ഈ ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഇനി രണ്ടാമത് ഈ ഒരു താളിപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ചെറിയ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പം നിങ്ങൾക്ക് എത്രയാണോ വെള്ളം, അതായത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എത്രയാണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. തിക്കായിട്ടും എടുക്കാം. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഇനി ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരല്പം ഉപ്പിൻ്റെ ആവശ്യം കൂടെ വേണം തോന്നിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഞാൻ ഒരല്പം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പം ഒന്ന് അവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. അപ്പം നിങ്ങൾക്ക് മല്ലിയില ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സമയം ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കുക്കുംബർ ചട്നിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ദോശേൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ അതുകൂടാതെ ഇഡ്ഡലീൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ഇന്നലെ ഒരു ഗോതമ്പ് ദോശേൻ്റെ കൂടെ ഞാനൊരു ചട്നി വിളമ്പിയായിരുന്നല്ലോ, ആ ചട്നിയാണ് കേട്ടോ ഈ ചട്നി. അപ്പം നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഒരു വട്ടമെങ്കിലും ഈ കുക്കുംബർ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ വിളമ്പിയ ആ ദോശേൻ്റെ കൂടെ ഈ ഒരു ചട്നി വിളമ്പി കാണിച്ചില്ലേ, ഇതാണ് ആ സംഭവം. അപ്പം എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.